നമുക്ക് റവ കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുക്കണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് റവ ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അളന്നിട്ടല്ല, പക്ഷേ എനിക്ക് ഏകദേശം, അതായത് എപ്പോഴും ഉണ്ടാക്കുന്നതായതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ആ ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം നെയ്യിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ, അതായത് നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഈ റവ ഇതിൽ കിടന്ന് തന്നെ നല്ലോണം വെന്ത് വരണം. അതാ ഒരു ഏകദേശം ഒരു മഞ്ഞ കളറിലോട്ടായിട്ടുണ്ട്. മഞ്ഞയും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറിലോട്ടാവും. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് നോക്കണം. അതായത് നമുക്ക് ഈ റവ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് പാലൊഴിച്ച് കൊടുക്കും. ഓവറായിട്ട് പാല് അതിലോട്ടായി പോകരുത്. കാരണം എങ്കിൽ നമുക്ക് വീണ്ടും റവ ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വീണ്ടും മെനക്കേടാണ്, അത് നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാത്രം പാലൊഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കും. നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് നമ്മുടെ പാകത്തിന് എത്രയാണോ വേണ്ടത് അത്രയും പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 1.5 ടീസ്പൂണാണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതത്രയും ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഉപ്പുമാവിൻ്റെ അതായത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് മാത്രമേ റവ ആയിട്ടുള്ളൂ. ഇത്രയല്ല നമുക്ക് വേണ്ടത്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരന്നൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടി നല്ല നെയ്യുള്ളത് കാരണം, അതായത് നമ്മളിതിൽ ഓൾറെഡി നെയ്യും പാലും ഒക്കെ ചേർത്തിട്ടുള്ളത് കാരണം പ്രത്യേകിച്ച് എണ്ണയൊന്നും കയ്യിൽ തടവേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് തടവണം, അതായത് ഇതിപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഒന്ന് ഉരുട്ടി ബോൾസാക്കി മാറ്റി വയ്ക്കണം. എനിക്കിതാ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ട് എനിക്കിതാ ഇത്രയും ബോൾസേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി ചെറുതാക്കി എടുത്താലും മതി. എനിക്ക് ഈ ഒരു വലുപ്പമാണ് ആവശ്യം. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ അതേ പാനിൽ തന്നെ അടുത്ത് പാലൊഴിച്ച് കൊടുക്കണം. അതായത് ഏകദേശം നമ്മുടെ പാല് തന്നെയാണ് ഞാൻ ഇതിന് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് എത്രത്തോളം, അതായത് ഇതിപ്പം ഏകദേശം ഗുലാബ് ജാം പോലെയൊക്കെ ഒരു സ്വീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം എത്രത്തോളം ആവശ്യമാണ് അത്രത്തോളം ആണ് പാല് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പാലിട്ടിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത് കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ഏകദേശം ഒരു ചെറിയൊരു ബൗളിലാണ് ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ എടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇങ്ങനെ നല്ല ലൂസാക്കി ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം. എടുത്തിട്ട് ഈ കോൺഫ്ലോർ നമ്മുടെ ഈ പാലിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇല്ല, നമുക്ക് എത്ര ആവശ്യം, അതായത് കട്ടി എത്രത്തോളമാണ് ആവശ്യം അത്രയും ആണ് വേണ്ടത്. എനിക്ക് ഇത്തിരി കട്ടിക്ക് ഞാൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതാണ്ട് ഈ ഒരു നമ്മൾ കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കട്ടി പിടിക്കും. എന്നിട്ട് നമുക്ക് ഏലക്കാപ്പൊടി, അതായത് ഏലക്ക അല്ല, നിങ്ങൾക്ക് വാനിലയാണ് വേണ്ടതെങ്കിൽ വാനില എസൻസ് ഒഴിച്ചാലും മതി. ഞാനിത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ പലഹാരം പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ മതിയോ എന്ന് നോക്കണം. മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കി ആദ്യം മാറ്റി വെച്ചില്ലേ, ആ ബോൾസ് ഓരോന്നായിട്ട് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കുറേശ്ശെ ഓരോരോ ബൗൾസായിട്ട് നമ്മുടെ ഈ മിക്സിലോട്ട് എടുത്ത് ഇട്ട് കൊടുക്കണം.
ഇട്ട ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മാക്സിമം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ബോൾസ് പൊടിഞ്ഞു പോവും, കുളമാവും, പായസം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് നമുക്ക് ബോൾസ് കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഗുലാബ് ജാം പോലെ വേറൊരു സ്വീറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം അതുപോലെ, അതായത് ആ ടേസ്റ്റ് അല്ല, ഇത് പാലിൻ്റെയൊക്കെ ചെവയൊക്കെ വരുന്ന അടിപൊളി സ്വീറ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.